ഹലോ ഫ്രണ്ട്സ്, ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റൊരു ഭാഗമാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്താ നോക്കാം. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് യൂണിഫോം സർക്കുലർ മോഷൻ എക്സ്പീരിയൻസ് ആക്സിലറേഷൻ ടുവാർഡ്സ് ദ സെൻറ്റർ. ദിസ് ആക്സിലറേഷൻ ഈസ് നോൺ ആസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ അതാണെങ്കിൽ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ പാർട്ടിക്കിൾ അതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു ആക്സിലറേഷൻ ഉണ്ടാകും. ആ ആക്സിലറേഷനാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇറ്റ് ഈസ് കേസ്ഡ് ഡ്യൂ ടു കണ്ടിന്യൂസ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ ബോഡി. ബോഡിയുടെ റൊട്ടേഷൻ ഇല്ല, ആ ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അന്നേരം അതിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഉണ്ടാകുന്നത്. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഒരു ഇക്വേഷനാണ്, A = v²/r. അതിന് നമുക്ക് v² നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് ഒമേഗ. ഒമേഗ എന്തുവായിരുന്നു? ആംഗുലർ വെലോസിറ്റി ആയിരുന്നു. ആംഗുലർ വെലോസിറ്റിയും സ്പീഡും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചത്. v = r⍵. അതാണ് അവിടെ ഇക്വേഷൻ കഴിഞ്ഞിട്ട് ഒരു ആരോയുടെ മണ്ടയ്ക്ക് എഴുതിയിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? A = v² ഉള്ളിടത്ത് നമുക്ക് r⍵യുടെ സ്ക്വയർ എടുക്കാം, /r എന്ന് വരും. എന്നാൽ r⍵യുടെ സ്ക്വയർ എന്ന് വയ്ക്കുമ്പോൾ r-ൻ്റെ സ്ക്വയർ ഇൻറ്റു ഒമേഗയുടെ സ്ക്വയർ /r എന്ന് വരും. ഇത് നമുക്ക് r മേളത്തെ ന്യൂമറേറ്ററിൽ നിന്ന് ഒരു സ്ക്വയറിൽ നിന്ന് ഒരു r വിട്ട് പോകുമ്പോൾ നമുക്ക് r⍵² എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്ക് A = r⍵² എന്ന് കിട്ടിയത്. അല്ലെങ്കിൽ ഇപ്പോൾ സംശയമുള്ളവർ v = r⍵ ഇട്ട് കൊടുത്താൽ മതി. r⍵ എവിടെ ഇട്ട് കൊടുക്കണം? v²ൻ്റെ അവിടെ r⍵യുടെ സ്ക്വയർ ആക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഉത്തരം തന്നെ കിട്ടും, A = r⍵². ഇതിന് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് A = r⍵². ഇനി സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണെന്ന് നോക്കാം. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് ചോദിച്ചാൽ ദ ഫോഴ്സ് കോസിംഗ് ദ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഈസ് നോൺ ആസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് ചോദിച്ചാൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ നടക്കാൻ ഒരു ഫോഴ്സ് ഉണ്ടാവണം. ആ ഫോഴ്സിനെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ഫ്രം ദ സർക്കുലേറ്റിംഗ് ബോഡി. അത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ആ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബോഡിയിൽ നിന്നാണ് ആ ഒരു ഫോഴ്സ് ഫോം ചെയ്യുന്നത്. അത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ടുവാർഡ്സ് ദ സെൻറ്റർ ഓഫ് സർക്കുലേഷൻ. ആ സർക്കുലേഷൻ നടക്കുന്നതിൻ്റെ സെൻറ്ററിലേക്ക്, ബോഡിയിൽ നിന്ന് ആ സെൻറ്ററിലേക്കാണ് എന്തുണ്ടാകുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാകുന്നത്. ഇക്വേഷൻ ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് F = mv²/r. ഇപ്പം നമ്മൾ മേളിൽ ചെയ്ത പോലെ തന്നെ വിക്ക് നമ്മൾ r⍵ ഇട്ട് കൊടുക്കുന്നു. r⍵ ഇട്ട് കൊടുക്കുമ്പോൾ അത് മാറി ഞാൻ മേളിൽ പറഞ്ഞ പോലെ r വെട്ടിക്കളയുമ്പോൾ mr⍵² എന്ന് കിട്ടും. ഓക്കെ, അന്നേരം ഇക്വേഷൻ ഫോർ സെൻട്രിപെറ്റൽ ഫോഴ്സ് mr⍵². ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇവിടെ കാണിച്ചു തരുന്നത്. അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ കാണുന്ന ആ ഒരു കറങ്ങുന്ന അവസ്ഥ, ഒരു പാർക്കിലൊക്കെ കാണുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ ഓർബിറ്റിലൂടെ കൂടെ അത് ഫിസിക്കൽ m1 m2/r². അതുപോലെ നമ്മൾ കല്ലിങ്ങനെ കയറി കെട്ടിയിട്ട് ചുറ്റും ഇങ്ങനെ കറക്കുന്നത്, അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇനി ബാങ്കിങ് ഓഫ് റോഡ്സ് ആൻഡ് റെയിൽസിൻ്റെയും റോഡ്സിൻ്റെയും ബാങ്ക് ഇൻ ഓർഡർ ദാറ്റ് എ വെഹിക്കിൾ മേ മേക്ക് എ സേഫ് ടേൺ വിത്തൗട്ട് സ്ലൈഡിങ്. ദ ഔട്ടർ റിം ഓഫ് ദ കർവ്ഡ് റോഡ് ആൻഡ് റെയിൽസ് ഈസ് സ്ലൈറ്റ്ലി എബോവ് ദ ഇന്നർ റിം. ദിസ് ഈസ് നോൺ ആസ് ബാങ്ക്. ബാങ്കിങ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു വണ്ടിക്കൊക്കെ നല്ല വളവൊക്കെ വരുമ്പോൾ വണ്ടിയൊക്കെ എന്താണ് നല്ലപോലെ പാസ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ മറിയാനൊക്കെ ഇടവരത്തില്ല. പാസ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ ഈ ചില റോഡൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, താഴ്ന്ന് മേപ്പോട്ടൊരു സ്ലോപ്പിലായിരിക്കും പണിതേക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ആംഗിളിലായിരിക്കും പണിതേക്കുന്നത്. താഴ്ന്ന് മേപ്പോട്ടൊരു ചരിവ് കാണും, ഒരു സ്ലോപ്പ് കാണും. അതാണ് ആ ഫിഗർ. റെയിൽവേയിലായാലും ഒരു സൈഡിന് താഴ്ച, ഒരു സൈഡിൽ പൊക്കമായിരിക്കും. അത് ബാങ്കിങ് എന്ന് പറയും ആ പ്രോസസ്സിന്. ഇൻ ഓർഡർ ദാറ്റ് വെഹിക്കിൾ മേക്ക് എ സേഫ് ടേൺ. നല്ലൊരു വളവിൽ കറക്റ്റായിട്ട് സേഫായിട്ട് ടേൺ ചെയ്യാൻ
പറ്റണമെങ്കിൽ ആ റോഡ്സിന് ആ പ്രോസസ്സിൻ്റെ റോഡ്സിന് വരുന്ന ഇതിനെയാണ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഇനി എഫക്റ്റ് ഓഫ് ബാങ്കിങ്ങിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? ഓഫ് ബാങ്കിങ്. If the curved track are banked, a component of the normal reaction will contribute to the centripetal force and lateral thrust can be avoided. ഒരു കർവ്ഡ് ട്രാക്ക് ബാങ്ക്ഡ് ചെയ്തിരിക്കുകയാണ്. എ കമ്പോണൻറ്റ് ഓഫ് ദ നോർമൽ റിയാക്ഷൻ കമ്പോണൻറ്റ് എന്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യും? സെൻട്രിപെറ്റൽ ഫോഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ ലാറ്ററൽ ത്രസ്റ്റ് എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യും. അതാണ് എഫക്ട്സ് ഓഫ് ബാങ്ക്. അതിൻ്റെ 2 ഫോട്ടോസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പടം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബാങ്കിങ്ങിൻ്റെ റോഡ് സർഫസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ സർഫസ് കൊടുത്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ആംഗിൾ ഓഫ് ബാങ്കിങ് പഠിക്കുന്നത്. ആംഗിൾ ഓഫ് ബാങ്കിങ് എന്ന് വെച്ചാൽ എലിവേറ്റഡ് സർഫസും ഹൊറിസോണ്ടലും തമ്മിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിലൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കേ, ഒരു കാറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഹൊറിസോണ്ടൽ സർഫസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് ആംഗിൾ ഓഫ് എലിവേഷനും കാണിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ബാങ്കിങ് എന്ന് പറയുന്നത്. ആംഗിൾ ബിറ്റ്വീൻ എലിവേറ്റഡ് സർഫസ് ആൻഡ് ദ ഹൊറിസോണ്ടൽ സർഫസ് ഈസ് കാൾഡ് ആംഗിൾ ഓഫ് ബാങ്കിങ്. ഇനി സൂപ്പർ എലിവേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് എച്ച്. ഇറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഔട്ടർ റെയിൽ ഓവർ ദ ഇന്നർ റെയിൽ. ഇത് റെയിൽ ഉണ്ടല്ലോ, ട്രെയിനിൻ്റെ ഒക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. റെയിൽവേ പാളം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഒരു ഫോട്ടോ കാണിച്ചായിരുന്നു. അതാണ് ഈ ഫോട്ടോയിൽ ഒരു പാത, ട്രെയിനിൻ്റെ ആണെങ്കിൽ ഞാൻ പറയുന്നത്, ഒരു പാത കുറച്ച് മറ്റേ പാതയെക്കാളും കുറച്ച് ഉയർന്നായിരിക്കും. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഔട്ടർ റെയിൽ ഓവർ ദ ഇന്നർ റെയിൽ. ഇന്നർ റെയിലിനേക്കാളും ഇച്ചിരി കൂടെ ഹൈറ്റ് ഉണ്ടായിരിക്കും ഓവർ ദ ഔട്ടർ റെയിൽ. ഔട്ടർ റെയിൽ എന്ന് വെച്ചാൽ ഒരെണ്ണം ഇന്നറും ഒരെണ്ണം ഔട്ടറുമായിട്ട് എടുക്കുകയാണെങ്കിൽ ഔട്ടറിന് എന്താണിക്കും ഇന്നറിനേക്കാളും കുറച്ചുകൂടെ പൊക്കം കാണും. അന്നേരം അതിനെ നമ്മൾ വിളിക്കുന്നത് സൂപ്പർ എലിവേഷൻ. ഇനി ഇക്വേഷൻ ഫോർ ബാങ്കിങ് ഓഫ് റോഡ് ബാങ്കിങ്സിന് ഉള്ള ഇക്വേഷൻസ് ആണ് tan θ = v²/rg. tan θ = v²/rg. വി ഒപ്റ്റിമൽ സ്പീഡ്, അതിൻ്റെ സ്പീഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 6 റേഡിയസ് ഓഫ് കർവ്, ആ കർവിൻ്റെ റേഡിയസ്. അതുപോലെ തീറ്റ ആംഗിൾ ഓഫ് ബാങ്കിങ് ആണ് നമ്മൾ ഇച്ചിരി മുമ്പ് പഠിച്ചു തരുന്നത്. ഇനി ബാങ്കിങ് ഓഫ് റെയിൽസിൻ്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ sin θ = h/d. എച്ച് സൂപ്പർ എലിവേഷൻ അല്ലെങ്കിൽ ഹൈറ്റ്, അതാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചില്ലയോ, ഹൈറ്റ് ഓഫ് ദ ഔട്ടർ റെയിൽ ടു ദ ഇന്നർ റെയിൽ. ഇന്നർ റെയിലിൻ്റെയും ഔട്ടർ റെയിലിൻ്റെയും ഹൈറ്റ്. ഇവിടെ പക്ഷേ എന്താണ് എച്ച് സൂപ്പർ എലിവേഷൻ, അത് തന്നെയാണ്, ഹൈറ്റ് തന്നെയാണ്. ഡി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റെയിൽസ്, ആ റെയിൽസിൻ്റെ ഡിസ്റ്റൻസ്. പിന്നെ തീറ്റ എന്താണ്? ആംഗിൾ ഓഫ് ബാങ്കിങ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0, sin θ = tan θ, h/d = അത് ഇക്വേറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ, ആ 2 ഇക്വേഷൻ sin θ tan θ ചെയ്യുകയാണെങ്കിൽ h/d = v²/rg എന്ന് കിട്ടും. അല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞു? h/d = v²/rg എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഡി നമുക്ക് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ v²d/r × g എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? v²d/r × g എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പോളിടെക്നിക് ഫിസിക്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു.